ഹലോ ഗായ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് റാടെക് മലയാളി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോഡേൺ CT സ്കാനറിലെ കീ കമ്പോണൻ്റ് ആയിട്ടുള്ള സ്ലിപ്പ് റിംഗ് ടെക്നോളജീനെ പറ്റിയാണ്. സോ നമ്മൾ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഗ്യാൻട്രീനെ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ഒരു ടെക്നോളജീനെയാണ് നമ്മൾ സ്ലിപ്പ് റിംഗ് ടെക്നോളജി എന്ന് വിളിക്കുന്നത്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ജനറേഷൻ CT സ്കാനറിൽ ഈ ഒരു ടെക്നോളജി ഇല്ല, കാരണം അത് ഗ്യാൻട്രീനെ 180 ഡിഗ്രി മാത്രമേ മൂവ് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ തേർഡ് ജനറേഷൻ CT സ്കാനറിലാണ് ഈ ഒരു സ്ലിപ്പ് റിംഗ് ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഗ്യാൻട്രീൻ്റെ റൊട്ടേഷൻ സാധ്യമാകുന്നു എന്നതാണ് ഈ ഒരു ടെക്നോളജീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സർക്കുലർ ഇലക്ട്രിക്കൽ കണ്ടക്റ്റീവ് റിങ്സും ബ്രഷസും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസാണ് ഈ ഒരു ടെക്നോളജി എന്ന് പറയുന്നത്. ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഇലക്ട്രിക്കൽ എനർജീനെ ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് നമുക്ക് സഹായിക്കുന്നത്. ഇപ്പോഴത്തെ CT സ്കാനേഴ്സിലൊക്കെ ഈ സ്ലിപ്പ് റിംഗ് ടെക്നോളജീൻ്റെ ഈ ഒരു ഡിസൈനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനെ കണ്ടിന്യൂസ് റൊട്ടേഷൻ വോളിയം CT ഓർ സ്ലിപ്പ് റിംഗ് സ്കാനേഴ്സ് എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. ഇതിൽ എക്സ്റേ ട്യൂബ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഇലക്ട്രിക്കൽ പവർ മാത്രമല്ല സ്ലിപ്പ് റിംഗ് ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്നത്, ഒപ്പം ഇമേജ് കൺസ്ട്രക്ഷന് വേണ്ടി ഡിറ്റക്ടേഴ്സിലെ സിഗ്നലിൻ്റെയും ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഡിസൈൻസ് ആൻഡ് പവർ സപ്ലൈ നോക്കാം. 2 സ്ലിപ്പ് റിംഗ് ഡിസൈൻസ് ആണ് ഉള്ളത്. ഒന്ന് ഡിസ്ക് ഡിസൈനും ഉണ്ട്, ഒന്ന് സിലിണ്ടർ ഡിസൈനും ഉണ്ട്. കണ്ടക്റ്റീവ് റിംഗ്സ് ഫോം കോൺസെൻട്രിക് സർക്കിൾസ് ഇൻ ദ പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ ആണ് ഡിസ്ക് ഡിസൈനിൽ വരുന്നത്. ഇനി സിലിണ്ടറിക് ഡിസൈൻ ആണെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് കണ്ടക്റ്റീവ് റിംഗ് പൊസിഷൻഡ് അലോങ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ടു ഫോം എ സിലിണ്ടർ ആണ്. ഇതിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ബ്രഷസ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് നോക്കാം. CT കമ്പോണൻസിലേക്ക് ഇലക്ട്രിക്കൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രഷസ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നത്. 2 കോമൺ ആയിട്ടുള്ള ബ്രഷ് ഡിസൈൻസ് ആണുള്ളത്. വയർ ബ്രഷും ഉണ്ട്, അതുപോലെ തന്നെ കോമ്പോസിറ്റ് ബ്രഷും ഉണ്ട്. വയർ ബ്രഷ് യൂസ് ചെയ്യുന്നത് കണ്ടക്റ്റീവ് വയേഴ്സ് ആസ് എ സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കോമ്പോസിറ്റ് ബ്രഷ് ആണെങ്കിൽ ബ്ലോക്ക് ഓഫ് സം കണ്ടക്റ്റീവ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് സിൽവർ, ഗ്രാഫൈറ്റ്, അലോയ് ഒക്കെയാണ് സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് ആയിട്ട് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്ലിപ്പ് റിംഗ് ടെക്നോളജിയിലെ വോൾട്ടേജസിനെ പറ്റി നോക്കാം. 2 ടൈപ്പ് ഓഫ് വോൾട്ടേജസ് ആണ് ഇവിടെ ഉള്ളത്. ലോ വോൾട്ടേജ് സ്ലിപ്പ് റിംഗ് സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ ഹൈ വോൾട്ടേജ് സ്ലിപ്പ് റിംഗ് സിസ്റ്റം ഉണ്ട്. ലോ വോൾട്ടേജിൽ വരുമ്പോഴേക്കും 480 AC പവർ ആൻഡ് എക്സ്റേ കൺട്രോൾ സിഗ്നൽസ് ആർ ട്രാൻസ്മിറ്റഡ് ടു സ്ലിപ്പ് റിംഗ്സ് ബൈ മീൻസ് ഓഫ് ലോ വോൾട്ടേജ് ബ്രഷസ് ദാറ്റ് ഗ്ലൈഡ് ഇൻ കോൺടാക്ട് grooves on the stationary slip ring. Slip ring then provides power to the high voltage transformer which subsequently transmit high voltage to the X-ray tube. അതായത് നമ്മുടെ AC പവറും അതുപോലെ തന്നെ എക്സ്റേ കൺട്രോൾ സിഗ്നലും കൂടി സ്ലിപ്പ് റിംഗിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതിനുശേഷം അവിടെ നിന്ന് നമ്മുടെ ഈ ഒരു ട്രാൻസ്മിറ്റ് ചെയ്ത ആ ഒരു എനർജീനെ ഹൈ വോൾട്ടേജിലേക്ക് കൺവേർട്ട് ആക്കണം. അതിനുവേണ്ടി ഹൈ വോൾട്ടേജ് ജനറേറ്ററിലേക്ക് കൊടുക്കുന്നു. അതിനുശേഷം അവിടെ ഒരു ഹൈ വോൾട്ടേജ് അവിടെ ഉണ്ടായിട്ട് ആ ഒരു ഹൈ വോൾട്ടേജ് എക്സ്റേ ട്യൂബിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഈ ഒരു ലോ വോൾട്ടേജ് സ്ലിപ്പ് റിംഗ് സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഹൈ വോൾട്ടേജിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഹൈ വോൾട്ടേജ് സിസ്റ്റം ദ AC delivers power to the high voltage generators which subsequently supplies high voltage to the slip ring. High voltage from the slip ring is transferred to the X-ray tube. ഇതിൽ നമുക്ക് കാണാം നമ്മുടെ AC മെയിനിൽ നിന്ന് ഹൈ വോൾട്ടേജ് ആയിട്ടുള്ള ഹൈ വോൾട്ടേജ് എനർജി ഹൈ വോൾട്ടേജ് ജനറേറ്ററിലേക്ക് പോകുന്നു. അവിടെ നിന്ന് സ്ലിപ്പ് റിങ്ങിലേക്ക് പോയിട്ട് അതിന് ശേഷമാണ് എക്സ്റേ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ആവുന്നത്. ഇനി നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് കണ്ടിന്യൂസ് റൊട്ടേഷൻ ഓഫ് എക്സ്റേ ട്യൂബ് സോ ദാറ്റ് വോളിയം ഡാറ്റ ക്യാൻ ബി അക്വേർഡ് ക്വിക്ക്ലി ഫ്രം ദ പേഷ്യൻറ്റ്. ഇതിൽ കണ്ടിന്യൂസ് റൊട്ടേഷൻ നടക്കുന്നത് കൊണ്ട് പേഷ്യൻറ്റിൻ്റെ ഡാറ്റ പെട്ടെന്ന് അക്യൂർ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട്. ആസ് ദി ട്യൂബ് റൊട്ടേറ്റ്സ് കണ്ടിന്യൂസ്ലി ദ പേഷ്യൻറ്റ് ഈസ് ട്രാൻസ്ലേറ്റഡ് കണ്ടിന്യൂസ്ലി ത്രൂ ദ ഗാൻട്രി അപ്പേച്ചർ. ഫാസ്റ്റ് സ്കാനിങ് ടൈം ആൻഡ് മിനിമൽ ഇൻ്റർസ്കാൻ ഡിലേസ് ആണ് വരുന്നത്. Capacity for continuous acquisition protocol, elimination of the start-stop process in the conventional CT scanners. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് സ്ലിപ്പ് റിംഗ് ടെക്നോളജീനെ പറ്റി പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.